ബഹുമാനപ്പെട്ട സയ്യിദ് ഹാറൂൻ തങ്ങള് അല്ലാഹ് നമ്മൾ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തിരുന്നു. ആ തങ്ങളവറുകൾ കാലിന് അനക്കമുണ്ട് എന്നും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ ഏറ്റവും വലിയ തീരുമാനം. ആ റബ്ബിന്റെ ഖളാ വന്നാൽ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി യാത്ര പോകേണ്ടി വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഹാറൂൻ തങ്ങള് നമ്മളോട് വിട പറഞ്ഞു പോയി. എന്നോട് വലിയ ഇഷ്ടവും വലിയ പ്രിയവും വലിയ മഹബത്തുമായിരുന്നു സയ്യിദ് അവറുകൾക്ക്. നമ്മുടെ മദനീയ പരിപാടി തുടങ്ങി എന്നറിഞ്ഞ് ആളുകളൊക്കെ ധാരാളം പങ്കെടുക്കുന്നു എന്നറിഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, സഖാഫി, നല്ല പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങള് അവര് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് അവർക്കൊരു സാന്ത്വനം, ഒരു സമാധാനം നിങ്ങളെ കൊണ്ട് കിട്ടുകയാണെങ്കിൽ അതാണല്ലോ വേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ധൈര്യപൂർവ്വം ആരെന്ത് പറഞ്ഞാലും ഒരു ബേജാറും വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ വിഷയങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരും. ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ സ്വാഭാവികമായി പരിപാടികളൊക്കെ നടക്കുമ്പോ പല എതിർപ്പുകളും മറ്റുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. തങ്ങൾ പറഞ്ഞു, അതൊന്നും വിഷയാക്കേണ്ടതില്ല, ധൈര്യസമേതം മുന്നോട്ട് പോവുക, അള്ളാഹു കൂടെയുണ്ടാകും. ഹബീബായ തങ്ങളുടെ മദ്ഹ് ധാരാളം പാടണം, ധാരാളം പറയണം എന്നൊക്കെ ഉപദേശിച്ചിരുന്ന പ്രിയപ്പെട്ട തങ്ങള് എന്തെങ്കിലും ഒരു മാനസികമായ ടെൻഷൻ അനുഭവിക്കുമ്പോ തങ്ങൾക്ക് വിളിച്ചാൽ തങ്ങൾ ഉടനെ അതിനൊക്കെ പരിഹാരം പറഞ്ഞു തരും. അങ്ങനെ ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ താങ്ങും തണലുമായിരുന്നു പ്രിയപ്പെട്ട സയ്യിദ് അവറുകള്. എത്രയോ പ്രാവശ്യം സയ്യിദ് അവറുകള് അവിടേക്ക് തങ്ങളെ ഭദ്രാവതി അഥവാ കർണാടകയുടെ ഒരു അറ്റത്താണ് ഭദ്രാവതി, ധാരാളം യാത്ര ചെയ്യണം. മംഗലാപുരത്ത് നിന്ന് തന്നെ ഏകദേശം 250 കിലോമീറ്റർ മറ്റോ യാത്ര ചെയ്യണമെന്നാണ് എന്റെ ഓർമ്മ. അല്ലാഹു ആലം. ഏതായിരുന്നാലും മണിക്കൂറുകളോളം യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ. ആ സ്ഥലത്ത് എത്തിയാൽ തങ്ങൾക്ക് കാണുന്ന ബഹുമാനം, തങ്ങൾക്ക് കാണിക്കുന്ന ആദരം, ആ നാട്ടുകാർക്കെല്ലാം തങ്ങളോട് വലിയ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, തങ്ങൾ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, തങ്ങൾക്ക് മദ്ഹ് പാടുന്നത് കേട്ടാൽ ഒരു പ്രത്യേകമായ ഹരാണ്. സാധാരണ എല്ലാവരും അത് നമ്മളെ മൗലിദിന് അല്ലെങ്കിൽ ബുർദക്കൊക്കെ ക്ഷണിച്ചാല് സദസ്സിൽ വന്നിരിക്കൂല. പക്ഷേ അവര് നമ്മളെ പരിപാടിക്ക് ക്ഷണിക്കും. അവര് ബുർദ, ഒരു ഭാഗത്ത് ബുർദ നടക്കും, ഒരു ഭാഗത്ത് അവരവരുടെ പ്രവർത്തനങ്ങളിലായിരിക്കും. പക്ഷെ തങ്ങൾ അങ്ങനെയല്ല. ബുർദക്ക് ക്ഷണിച്ചു കൊണ്ടുപോയാൽ തങ്ങൾ പറയും, സഖാഫി, നിങ്ങളുടെ ബുർദ കേൾക്കാൻ വല്ലാത്ത ഒരു സന്തോഷാണ്. ആ ആദി അവലൊക്കെ ഒന്ന് ഉഷാറായി പാടണം, എനിക്ക് വലിയ ഇഷ്ടമാണ് അത് കേൾക്കാൻ, നല്ല ഉഷാറായി പാടണം. അങ്ങനെ തങ്ങൾ നല്ല ആവേശം തരും. എന്നിട്ട് ബുർദന്റെ സദസ്സിൽ വന്നിരിക്കും, ആദ്യം മുതൽ അവസാനം വരെ. എന്നിട്ട് ആവേശപൂർവ്വം ബുർദ തങ്ങളുടെ കൂടെ തങ്ങളും ചൊല്ലും. എന്നിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ തങ്ങൾ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് തങ്ങൾ പറയും, സഖാഫി, ബുർദ ചൊല്ലു സഖാഫി. അങ്ങനെ നമ്മൾ തങ്ങളുടെ കൂടെ ബുർദ ചൊല്ലും. അങ്ങനെ എത്ര ദിവസങ്ങളാണ്. യാ അല്ലാഹ്, അതൊക്കെ ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ട്. മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് തങ്ങളുടെ ജനാസ ഒന്ന് കാണാനോ അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പ് തങ്ങളോടൊന്ന് സംസാരിക്കുവാനോ കഴിഞ്ഞില്ല എന്ന വലിയ ദുഃഖം മനസ്സിൽ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്റെ മദനീയ കുടുംബങ്ങളോട് എല്ലാവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, സയ്യിദ് അവറുകൾക്ക് വേണ്ടി നിങ്ങൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. എന്നെ വല്ലാതെ സ്നേഹിച്ച പ്രിയപ്പെട്ട തങ്ങളാണ്. അത് മാത്രല്ല, എന്നെ എന്ന് മാത്രല്ല, മദ്ഹ് പാടുന്ന ആരോടും വലിയ ഇഷ്ടമാണ്. തങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി, എന്നിട്ട് തങ്ങളെ വീട്ടിൽ വലിയ മദ്ഹിന്റെ സദസ്സൊക്കെ സംഘടിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ തന്ന് നല്ല പണവും തരും. യാതൊരു മടിയും കാണിക്കൂല. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോയതാണല്ലോ. തങ്ങളെ ഒരു പ്രാവശ്യം തങ്ങൾ വലിയൊരു സംഖ്യ കയ്യിലേക്ക് എടുത്തു തന്നു. ഞാൻ ചോദിച്ചു, തങ്ങളെ ഇത്രയൊക്കെ വേണോ? അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്തിട്ടാ വന്നത്? അള്ളാഹു എനിക്ക് തന്നതാണ്, എടുത്തോളി, കൊണ്ടുപോയിക്കോളി, എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ വന്നവർക്കൊക്കെയും ധാരാളം പണവും ഭക്ഷണവും എല്ലാം കൊടുത്ത് നമ്മളെ സ്നേഹിച്ച പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾ ഇന്നലെ രാത്രി മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ ആ വേദന
സഹിക്കാൻ പറ്റിയില്ല. അല്ലാ, എല്ലാവരും നമുക്കിപ്പോ തങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഒരു 5 മിനിറ്റ് വൈകിയാലും ആരും വിഷമൊന്നും വിചാരിക്കരുത്. ഈ കെ ഹസൻ മുസ്ലിയാർക്കും തിരുരങ്ങാടി ബാപ്പു ഉസ്താദിനും അതുപോലെ ഹാറൂൺ തങ്ങളെ ഹദറത്തിലേക്കും നമുക്ക് യാസീൻ ഓതണം. എല്ലാവരും ഓതണം. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, തങ്ങളുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ.